നമസ്കാരം. മാത്തമാറ്റിക്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാംകൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, സർക്കിൾസ് എന്നീ ഭാഗങ്ങളിലെ റിവിഷനാണ് ചെയ്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. അപ്പം ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വൃത്തസ്തൂപിക അഥവാ കോൺ എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. The base perimeter of a cone is 48 pi centimeter and its height is 7 centimeter. A. What is its slant height? അതായത് ഒരു വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ് 48 പൈ സെൻറ്റിമീറ്റർ, ഉയരം 7 സെൻറ്റിമീറ്ററുമായാൽ അതിൻ്റെ ചരിവുയരമെന്ത്? നമുക്കറിയാം വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ കാണാൻ പറഞ്ഞത് ചരിവുയരമാണ്, സ്ലാന്റ് ഹൈറ്റ്. L ഈസ് ഈക്വൽ ടു എത്ര എന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് പാദ ചുറ്റളവ്? 48 പൈ. അപ്പം നമുക്കറിയാം ആരമുള്ള വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ് ബേസ് പെരിമീറ്റർ 2πr. 2πr ഈസ് ഈക്വൽ ടു 48 പൈ എന്നിവിടെ തന്നിട്ടുണ്ട്. പാദ ചുറ്റളവ് 48 പൈ. അതിൽ നമുക്ക് റേഡിയസ് ആരം കാണാൻ, പാദ ആരം. അപ്പം 48 പൈ ഈ ഗുണിക്കണം 2 പൈ ഇങ്ങോട്ട് വന്നെന്തായി? ബൈ 2 പൈ ഹരിക്കണം 2 പൈ. പൈ നമ്മൾ ക്യാൻസൽ ചെയ്തു. 48/2 24 സെൻറ്റിമീറ്റർ ആണ് ആരം. നമുക്കിവിടെ ചരിവുയരമാണ് കാണാൻ പറഞ്ഞത്. ചരിവുയരം കാണാൻ നമുക്കറിയാം ചരിവുയരം L സമം സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അല്ലേ. അതിന് നമുക്ക് ഉയരം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്? 7 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചരിവുയരം കാണുന്നതിൽ എന്തുകൂടി അറിയണം? ആരം അറിയണം. അത് തന്നെ നമ്മളിവിടെ ചെയ്തത്. പാദ ചുറ്റളവ് 2πr സമം എത്ര പൈ? 48 പൈ. അതുകൊണ്ട് ആർ സമം 48 പൈ ബൈ 2 പൈ 24. എച്ച് 7 എന്നറിയാം. ഇനി നമ്മൾ L സമം റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അപ്പോൾ എച്ച് എത്രയാണ്? 7. അപ്പോൾ എച്ച് സ്ക്വയർ 7 സ്ക്വയർ പ്ലസ് ആരം 24. അപ്പോൾ ആർ സ്ക്വയർ 24 സ്ക്വയർ സമം റൂട്ട് ഓഫ് 7 സ്ക്വയർ 7 49. 7 7s are 49. 24 സ്ക്വയർ 576 സമം സ്ക്വയർ റൂട്ട് ഓഫ് 2 കൂടി കൂട്ടി 49 പ്ലസ് 576 2 കൂടി കൂട്ടിയാൽ 625 വർഗ്ഗമൂലം 25 സെൻറ്റിമീറ്റർ ആണ് ചരിവുയരം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ L സമം 25 സെൻറ്റിമീറ്റർ. സ്ലാന്റ് ഹൈറ്റ് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി. വാട്ട് ഈസ് ഇറ്റ്സ് സർഫസ് ഏരിയ? അതിൻ്റെ ഉപരിതല പരപ്പളവ് എത്ര? അപ്പോൾ ഉപരിതല പരപ്പളവ് സർഫസ് ഏരിയ നമുക്കറിയാം πr ഇൻറ്റു L പ്ലസ് ആർ. വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ πr ഇൻറ്റു L പ്ലസ് ആർ. നമുക്കിവിടെ L പ്ലസ് ആർ ആവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? സൗകര്യത്തിന് വേണ്ടി L പ്ലസ് ആർ നമ്മൾ സൈഡ് കാണും. L പ്ലസ് ആർ ഈസ് ഈക്വൽ ടു L നമുക്കറിയാം എത്രയാണ്? 25 പ്ലസ് ആർ എത്രയാണ്? 6. ആരം നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? പാത ചുറ്റുള്ള 2 പൈ കൊണ്ടായിരിച്ചു അല്ലേ. ആരം കിട്ടിയത് നമുക്ക് 24 അല്ലേ. സമം എത്ര? 49 സെൻറ്റിമീറ്റർ ആണ് L പ്ലസ് ആർ. 49 സെൻറ്റിമീറ്റർ. ഇനി ഇതിൽ ഉപരിതല പരപ്പളവ് സർഫസ് ഏരിയ πr ഇൻറ്റു L പ്ലസ് ആർ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എത്രയാണ്? 24 ഇൻറ്റു L പ്ലസ് ആർ 49. ഉപരിതല പരപ്പളവ് πr ഇൻറ്റു L പ്ലസ് ആർ. പൈ ഇൻറ്റു 24 ഇൻറ്റു 49. അപ്പോൾ 49നെ നമ്മൾ എന്ത് ചെയ്യണം? 24 കൊണ്ട് ഗുണിക്കുന്നു. 9 4 36 6 ബാക്കി 3 4 4 16 3 19 2 9 18 8 ബാക്കി 1 4 2 8 1 9 6 9 8 17 7 ബാക്കി 1 9 1 10 1 11. അപ്പോൾ എത്രയാണ് ഉപരിതല പരപ്പളവ് സർഫസ് ഏരിയ? 1176 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. സ്ക്വയർ സെൻറ്റിമീറ്റർ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഉപരിതല പരപ്പളവ്. ഓക്കെ. അപ്പോൾ ഉപരിതല പരപ്പളവ് 1176 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ.
ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ ആണ്. ഇനി അതാണ് സി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. വോളിയം വ്യാപ്തം എന്ത് എന്നാണ്. വോളിയം വ്യാപ്തം എന്ത്? നമുക്കറിയാം വൃത്തസ്തൂപികയുടെ വ്യാപ്തം സമന്താണ് 1/3 πr²h ആണെന്ത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം. വ്യാപ്തം സമം 1/3 πr²h. ഏതൊരു സ്തൂപികയുടെയും ഏതൊരു പിരമിഡിൻ്റെയും വോളിയം കാണുന്ന കോമൺ ഫോർമുല 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ് 24. അപ്പോൾ 24² എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 24 ഇൻറ്റു എച്ച്. എച്ച് എത്രയായിരുന്നു നമ്മൾ കണ്ടെത്തിയത്? ഉയരം തന്നിട്ടുണ്ട്, തന്നതാണ്, ഗിവൺ ആണ് 7 അല്ലേ, കൊടുത്തു. ഇനി അത് കട്ട് ചെയ്യും. 8 3 ആണ് 24. 8 3 24. ഇനി 8 ഇൻറ്റു 7 7 8 56 ഇൻറ്റു പൈ 56 പൈ ഇൻറ്റു 24 56 പൈ ഇൻറ്റു 24. ഇനി 56നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത്ര പൈ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 56 ഇൻറ്റു 24 6 4 24 4 ബാക്കി 2 4 20 2 22 2 6 12 2 ബാക്കി 1 2 5 10 1 11 4 4 3 1344 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ഘന സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. The curved surface area of a cone is 150 pi centimeter. Its slant height is 13 centimeter. What is its radius? ഒരു വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് 156 പൈ സെൻറ്റിമീറ്റർ. അതിൻ്റെ ചരിവുയരം 13 സെൻറ്റിമീറ്റർ ആയാൽ ആരമെന്ത്? ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നത് ഈ കോണിൻ്റെ കെർഡ് സർഫസ് ഏരിയ ആണ് തന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോണിൻ്റെ കെർഡ് സർഫസ് ഏരിയ എന്താണ്? πRL. അതായത് വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം വൃത്തസ്തൂപികയുടെ ആരവും ചരിവുയരം എല്ലുമാണെങ്കിൽ വക്രതല പരപ്പളവ് πRL ആണല്ലോ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എയുടെ ആൻസറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. πRL നമുക്ക് തന്നിട്ടുണ്ട്. വക്രതല പരപ്പളവ് πRL, കർവ്ഡ് സർഫസ് ഏരിയ πRL ഈസ് ഈക്വൽ ടു 150 പൈ സെൻറ്റിമീറ്റർ ആണല്ലോ. പിന്നെ അതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ലാൻ ഹൈറ്റ് തന്നിട്ടുണ്ട്. എൽ എന്ന് പറയുന്നല്ലേ സ്ലാൻ ഹൈറ്റ്. ചരിവുയരം എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 13 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ πRL സമം 156 പൈ എന്ന സമവാക്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലിൻ്റെ 13 എന്ന വില ഇവിടെ കൊടുക്കുക. അതായത് πRL ഈസ് ഈക്വൽ ടു 156 പൈ എന്ന ഇക്വേഷനിൽ ഏത് എല്ലിൻ്റെ വാല്യൂയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ πR ഇൻറ്റു എൽ എത്രയാണ് നമുക്കറിയാം? ഗിവൺ 13 ആണ്. πR ഇൻറ്റു 13 ഈസ് ഈക്വൽ ടു 156 പൈ. ദർഫോർ R ഈസ് ഈക്വൽ ടു 156 പൈ ബൈ എന്താണ് വരിക? 13 പൈ 13 പൈ. അതായത് വക്രതല പരപ്പളവ് നമുക്കറിയാം. എത്രയാണെന്ന് നമുക്കറിയാം? 156 പൈ എന്നറിയാം. പിന്നെ അതിൽ എന്തും നമുക്കറിയാം? ചരിവുയരം 13 എന്നറിയാം. അപ്പോൾ πRL സമം 156 പൈ എന്ന സമവാക്യത്തിൽ ഈ എല്ലിൻ്റെ വില 13 അവിടെ ആരോപിച്ചു നമ്മൾ. എന്നിട്ട് 6 ഇവിടെ നിർത്തി. അപ്പോൾ ഇങ്ങനെ പൈ നമ്മൾ ക്യാൻസൽ ചെയ്തു അല്ലേ. ഇനി 15ൽ 1 13 13 ശിഷ്ടം എത്ര? 13 വെച്ചാൽ 2 26 2 13 26. അപ്പോൾ 12 സെൻറ്റിമീറ്റർ ആണ് ആരം. അപ്പോൾ വൃത്തസ്തൂപിയുടെ ആരം എത്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടി? 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞുള്ളത് ഹൈറ്റ് ആണ്, ഉയരം അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? ഉയരം എച്ച് എത്ര എന്നാണ്. എച്ച് സമം എത്ര? ഇപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? റേഡിയസ് അറിയാം, പാദ ആരം എത്ര എന്നറിയാം, 12 എന്നറിയാം, ചരിവ് ഉയരം എത്ര എന്നറിയാം, 13 എന്നറിയാം. അതായത് സ്ലാൻ ഹൈറ്റ് 13 സെൻറ്റിമീറ്റർ ഒന്നും പിന്നെ റേഡിയസ് 12 സെൻറ്റിമീറ്റർ എന്നറിയാം. ഹൈറ്റ് അല്ലേ കാണാൻ ആവശ്യപ്പെട്ടത്. നമുക്കറിയാലോ സ്ലാൻ ഹൈറ്റും റേഡിയസും പറഞ്ഞാൽ ഹൈറ്റിലെ എച്ച് ഈക്വൽ ടു √L² - R². ഇതാണല്ലോ ഫോർമുല. ഹൈറ്റ് എച്ച് ഈക്വൽ ടു ബി അല്ലേ. ഹൈറ്റ് എച്ച് ഈക്വൽ ടു എന്താണ് ഫോർമുല? സ്ക്വയർ റൂട്ട് ഓഫ് L² -
ആർ സ്ക്വയർ. അതിൽ L എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കണ്ടെത്തി. നമുക്കിവിടെ ഗിവൺ ആണത് 13 തന്നിട്ടുണ്ട്. 13 സ്ക്വയർ മൈനസ് ആറ് 12 അപ്പോൾ ആർ സ്ക്വയർ എത്ര 12 സ്ക്വയർ സമം സ്ക്വയർ റൂട്ട് ഓഫ് 13 സ്ക്വയർ എത്രയാണ് 169. 12 സ്ക്വയറോ 144. അങ്ങനെ 169 144 കുറച്ചാൽ 25. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് 5 സെൻറ്റിമീറ്റർ ആണ് ഉയരം. അപ്പോൾ സ്ലാൻ ഹൈറ്റ് നമ്മൾ അതായത് റേഡിയസ് നമ്മൾ കണ്ടെത്തി 12 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് 5 സെൻറ്റിമീറ്ററും അതായത് പാത ആരം 12 സെൻറ്റിമീറ്ററുമാണ്. ഉയരം 5 സെൻറ്റിമീറ്ററുമാണ്. ഇനി മൂന്നാമത്തത് കാണാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ സി എന്താണ് പറഞ്ഞതെന്നറിയാം. വോളിയം വ്യാപ്തം എന്ത്. വോളിയം എന്തെന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ സി. വോളിയം. അപ്പോൾ നമുക്കറിയാം വൃത്തസ്തൂപിയുടെ വ്യാപ്തം 1/3 πr² ആണ്. ഏതൊരു സ്തൂപികയുടെയും വോളിയം വ്യാപ്തം 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് 1/3 ഇൻറ്റു ബേസ് 1/3 ഇൻറ്റു പാത പരപ്പളവ് ഇൻറ്റു ഉയരമാണ് സമം 1/3 പൈ ഇൻറ്റു ആർ എത്രയാണ് 12 ആണ്. അപ്പോൾ ആർ സ്ക്വയർ മീൻസ് 6 ഇൻറ്റു ആർ 12 ഇൻറ്റു 12 ഇൻറ്റു എച്ച്. എത്രയായിരുന്നു എച്ച് നമ്മൾ കണ്ടെത്തി എത്രയായിരുന്നു 5 ആണ് അല്ലേ 5. ഓക്കെ ഇത് കട്ട് ചെയ്യാം. 4 3 12 4 3 12 4 5 20 അല്ലേ 2 12 24 ഒരു 0 വരും 240 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് ഘന സെൻറ്റിമീറ്റർ ആണ്. അതായത് 4 12 48 ഇൻറ്റു 5 240 പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് വ്യാപ്തം. ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ വൃത്തസ്തൂപിക എന്ന അധ്യായമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിലൊരു ചോദ്യം സ്ക്രീനിൽ തെളിയും. അപ്പോൾ എല്ലാവരും ആ ചോദ്യം ഒന്ന് വായിക്കുക. ഓക്കെ ഇപ്പോൾ ചോദ്യം എല്ലാവരും വായിച്ചെന്ന് കരുതുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ 12 സെൻറ്റിമീറ്റർ ആരവും 20 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു വൃത്തസ്തംഭം ഉരുക്കി 4 സെൻറ്റിമീറ്റർ ആരവും 5 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള എത്ര വൃത്തസ്തൂപികകൾ ഉണ്ടാക്കാമെന്നതാണ്. അതായത് 12 സെൻറ്റിമീറ്റർ റേഡിയസും 20 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു സിലിണ്ടർ മെൽറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു 4 സെൻറ്റിമീറ്റർ റേഡിയസും 5 സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള എത്ര കോൺ ഉണ്ടാക്കുക, എത്ര കോൺ മെയ്ഡ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഒരു ഘനരൂപം ഉരുക്കി മറ്റൊരു ഘനരൂപം ഒരു സോളിഡ് ഉരുക്കി മറ്റൊരു സോളിഡ് ഉണ്ടാക്കുകയാണല്ലോ. ഒരു ഘനരൂപം ഉരുക്കി മറ്റൊരു ഘനരൂപം ഉണ്ടാക്കുമ്പോൾ എത്ര ഉണ്ടാക്കുന്ന ഘനരൂപങ്ങൾ എത്ര ഉണ്ടെന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യുക, ഏത് ഘനരൂപമാണോ ഉരുക്കുന്നത് അതിൻ്റെ വ്യാപ്തത്തെ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. അതവിടെ നിർമ്മിക്കാവുന്ന വൃത്തസ്തൂപികകളുടെ എണ്ണം സിലിണ്ടറിൻ്റെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം ബൈ ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം. അതായത് നമ്പർ ഓഫ് കോൺസ് മെയ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി കോൺ. അതിൽ സിലിണ്ടറിൻ്റെ വോളിയം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നും ഉയരം ക്യാപിറ്റൽ ലെറ്റർ എച്ച് എടുത്തു, കോണ്ട് സ്മോൾ ആറും സ്മോൾ എച്ച് എടുത്തു, ഹൈറ്റും റേഡിയസും ഹൈറ്റും. അപ്പോൾ നമുക്കറിയാം നിർമ്മിക്കാവുന്ന വൃത്തസ്തൂപികകളുടെ എണ്ണം സമം സിലിണ്ടറിൻ്റെ വ്യാപ്തം പൈ ആർ സ്ക്വയർ എച്ച് ബൈ ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ അതായത് നമ്പർ ഓഫ് കോൺസ് മെയ്ഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി കോൺ ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ എച്ച് ബൈ 1/3 പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് 12 അല്ലേ, അതായത് വൃത്തസ്തംഭത്തിൻ്റെ ആരം 12. അപ്പോൾ പൈ ഇൻറ്റു 12 സ്ക്വയർ 12 സ്ക്വയർ മീൻസ് 12 ഇൻറ്റു 12 ഇൻറ്റു വൃത്തസ്തംഭത്തിൻ്റെ ഉയരം എത്രയാണ് 20 ബൈ വൃത്തസ്തൂപികകളുടെ വ്യാപ്തം. വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 പൈ ഇൻറ്റു ആരം 4. ഇപ്പോൾ 4 സ്ക്വയർ 4 ഇൻറ്റു 4 ഇൻറ്റു എച്ച് 5. ഇനി ക്യാൻസൽ ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്യരുത്, ഗുണിച്ചാൽ ബുദ്ധിമുട്ടാകുക ചെയ്യുക. അത് കട്ട് ചെയ്തു, മാക്സിമം കട്ട് ചെയ്യും, പൈ കട്ട് ചെയ്തു. ഇനി 1 4 4 3 4 12 1 4 4 3 4 12 1 4 4 3 4 12 പിന്നെ 4 5 5 4 5 20. അപ്പോൾ മുകളിൽ ബാക്കിയുള്ളത് എന്താണ്
ന്യൂമറേറ്ററിൽ അതായത് അംശത്തിൽ 3×3×4/1/3 എന്നാണ് ബാക്കിയുള്ളത്. 1/3 × 1 × 1 × 1 എന്ന് പറഞ്ഞാൽ 1/3 തന്നെ. അപ്പോൾ 3×3×4/1/3 ആണ്. നമുക്കറിയാം ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷനോ ഡിവൈഡ് ചെയ്യുന്നത് ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് എൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഗുണന വിപരീതം കൊണ്ട് അല്ലെങ്കിൽ വിൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1/3 കൊണ്ട് ഹരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണോ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3×3×4/1/3 എന്ന് പറഞ്ഞാൽ ×3 ആണ്. 3 9 9 4 36 3 108 108. അങ്ങനെ എത്ര വൃത്തസ്തൂപികൾ കിട്ടി? 108. അപ്പോൾ നമ്പർ ഓഫ് കോൺസ് മെയ്ഡ് ഈസ് ഈക്വൽ ടു 108. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ചോദ്യം എല്ലാവരും ഒന്ന് വായിക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞുള്ള കാര്യം എന്താണ്? 216 ഡിഗ്രി കേന്ദ്രകോണും 25 സെൻറ്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശം വളച്ച് വൃത്തസ്തൂപികയാക്കിയാൽ അതിൻ്റെ ചരിവുയരം എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ എ. ബി എന്താണ്? ആരമെന്ത്? പിന്നെയോ വ്യാപ്തമെന്ത്? അതായത് 216 സെൻട്രൽ ആംഗിളും റേഡിയസ് 25 ഉള്ള ഒരു സെക്ടർ ബെൻഡ് ചെയ്ത് കോൺ മെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ആ കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് എന്ത്, റേഡിയസ് എന്ത്, വോളിയം എന്തെന്നതാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഒരു വൃത്താംശം വളച്ച് വൃത്തസ്തൂപിക നിർമ്മിക്കുമ്പോൾ വൃത്താംശത്തിൻ്റെ ആരമാണ് വൃത്തസ്തൂപികയുടെ ചരിവുയരമായി മാറുന്നത്. വൃത്താംശത്തിൻ്റെ ചാപനീളം വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവായും വൃത്താംശത്തിൻ്റെ പരപ്പളവ് വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവായും മാറും. അതായത് ഒരു സെക്ടർ ബെൻഡ് ചെയ്ത് കോൺ മെയ്ഡ് ചെയ്യുമ്പോൾ സെക്ടറിൻ്റെ റേഡിയസ് ആണ് നമ്മൾ മെയ്ഡ് ചെയ്യുന്ന കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് ആവുന്നത്, അല്ലേ? പിന്നെ സെക്ടറിൻ്റെ ആർക്ക് സെക്ടറിൻ്റെ ലെങ്ത് ഓഫ് ദി ആർക്കാണ് എന്താ മാറുന്നത്? കോണിൻ്റെ ബേസ് പെരിമീറ്റർ ആവുന്നത്. സെക്ടറിൻ്റെ ഏരിയയാണ് നമ്മൾ ഉണ്ടാക്കുന്ന കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് മാറുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ അതായത് ടു മേക്ക് എ കോൺ ഫ്രം എ സെക്ടർ the radius of the sector becomes the slant height of the cone, the length of the arc of the sector becomes the base perimeter of the cone, the curved surface area അതായത് area of the sector becomes the curved surface area of the cone. അപ്പോൾ വൃത്താംശം വളച്ച് വൃത്തസ്തൂപിക നിർമ്മിക്കുമ്പോൾ വൃത്താംശത്തിൻ്റെ ആരമാണ് വൃത്തസ്തൂപികയുടെ ചരിവുയരമായി മാറുന്നത്. അപ്പോൾ കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ റേഡിയസ്? സെക്ടറിൻ്റെ റേഡിയസ്. അത് ഗിവൺ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. അപ്പോൾ വൃത്താംശത്തിൻ്റെ ആരം 25 നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ആ കോണിൻ്റെ സ്ലാൻ ഹൈറ്റ്. ഓക്കെ, ഇനി ബേസ് റേഡിയസ് അതായത് കോണിൻ്റെ ആരം അതായത് വൃത്തസ്തൂപിയുടെ ആരം എന്തെന്ന് നമുക്കറിയാലോ. ഫോർമുല R/L = X/360 ഡിഗ്രി, അല്ലേ? അതായത് ഈ ആറാണ് നമ്മൾ കാണേണ്ടത്. ഇതാണ് എന്ത്? വൃത്തസ്തൂപിയുടെ ആരം, കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ R/L നമ്മൾ പറഞ്ഞു വൃത്താംശത്തിൻ്റെ ആരമാണ് വൃത്തസ്തൂപിയുടെ ചരിവുയരം. എക്സ് കേന്ദ്രകോൺ എത്രയാണ്? സെൻട്രൽ ആംഗിൾ 260 ഡിഗ്രി 216/360. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഇതാണ്. ഈ ആരാണ് കാണേണ്ടത്. ഇത് ഏതിൻ്റെ ആരമാണ്? വൃത്തസ്തൂപികയുടെ ആരമാണ്. അപ്പോൾ ഈ /25 ഇല്ലേ, ഡിവൈഡഡ് ബൈ 25 അപ്പുറം പോയി ×25 ഹരിക്കണം 25 അപ്പുറം പോയാൽ ഗുണിക്കണം 25. അപ്പോൾ 216/360 ഓക്കെ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാം. നമുക്കത് 25നെയും 360 നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 5 5 25 5 25 36 7 5 35 ചിട്ട 1 10 2 5 10. അതായത് 5 5 25 36 7 5 35 ബാലൻസ് 1 20 10ൽ 2 5 20. ഇനി നമുക്ക് 216 72 72 3 216 എന്ന് പറയും. 2 6 7 21. അപ്പോൾ അത് കട്ട് ചെയ്യുക. ഇവിടെ 3 വരും. അപ്പോൾ റേഡിയസ് 3 × 5 അല്ലേ 15 സെൻറ്റിമീറ്ററാണ് വൃത്തസ്തൂപികയുടെ ആരം. അതായത് കോണിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ സി പറഞ്ഞത് എന്താണ്? വോളിയമാണ് പറഞ്ഞത്, അല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/3 πr² അല്ലേ. അതിന് നമുക്കിവിടെ അറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? കോണിൻ്റെ ഹൈറ്റ് ഇവിടെ നേരിട്ട് അറിയില്ലല്ലോ. റേഡിയസ് അറിയാം, സ്ലാൻ ഹൈറ്റും അറിയാം. നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത്
അല്ലേ? സി കോണിൻ്റെ വോളിയം 1/3 πr² ആണ്. വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 πr² ആണ്. അപ്പോൾ നമ്മളിനി എന്ത് കാണണം? എച്ച് കാണണം. അതിന് നമുക്കറിയാം ചരിവുയരവും ആരവും അറിഞ്ഞാൽ ഉയരം കാണാൻ നമുക്കറിയാലോ. ചരിവുയരം എത്രയാണ് നമ്മൾ പറഞ്ഞു? 25 ആണ് അല്ലേ? അപ്പോൾ എച്ച് സമം √L² മൈനസ് R². അതായത് എച്ച് സമം √25² മൈനസ് 15². 25² എന്ന് പറയുന്നത് 625, 15² 225 ആണ്. ഇത് മൈനസ് സി സമം √5 5 കുറച്ച് 0, 2 2 കുറച്ച് 0, 6 4 കുറച്ച് 6 2 കുറച്ച് 4 400. അതിൽ 4ൻ്റെ റൂട്ട് 2 2 0 20 സെൻറ്റിമീറ്ററാണ് ഉയരം. അപ്പോൾ ഇനി നമുക്ക് വ്യാപ്തം കാണാം, വോളിയം അല്ലേ? അപ്പോൾ വ്യാപ്തം സമം വോളിയം 1/3 πr² നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ വോളിയം സമം 1/3 π ഇൻറ്റു ആർ. എത്രയാണ്? ഈ ആർ എന്ന് പറയുന്നതാണ് എത്രയാ? 15 ആണ് അല്ലേ? 15 ഇൻറ്റു എച്ച് എത്ര? 20. വോളിയം 1/3 πr² ഈസിക്കൽ 1/3 π ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 20 എത്ര? 20. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ 5 3s are 50. ഇനി 5 20s 100 അല്ലേ? 5 20 100 അല്ലേ? 100 ഇൻറ്റു 15 1500 എന്നല്ലേ വരിക? 100 ഇൻറ്റു ഇത് 5 20 100 100 ഇൻറ്റു 15 1500. അപ്പോൾ എത്രയാണ് വരിക? 1500 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇത്ര സെൻറ്റിമീറ്റർ ക്യൂബാണെന്ത്? വ്യാപ്തം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദി ബേസ് പെരിമീറ്റർ ഓഫ് എ കോൺ ഈസ് 64 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ. Then what is its slant height? What is its volume? അതായത് ഒരു വൃത്തസ്തൂപികയുടെ പാദ പരപ്പളവ് 64 പൈ ചതുരശ്ര സെൻറ്റിമീറ്ററും ഉയരം 6 സെൻറ്റിമീറ്ററുമായാൽ അതിൻ്റെ ചരിവുയരമെന്ത്? വ്യാപ്തമെന്ത്? അപ്പോൾ നമുക്കിവിടെ തന്ന് കോണിൻ്റെ ബേസ് പെരിമീറ്റർ അല്ലേ? ബേസ് ഏരിയ അല്ലേ തന്നത്? നമുക്കറിയാലോ the base area of a cone with base radius r is equal to πr² അല്ലേ? it is given to 64 pi അല്ലേ? πr² is equal to 64 pi. therefore r² is equal to 64 pi by pi കട്ട് ചെയ്തു. that is r² is equal to 64. therefore r is equal to square root of 64 is equal to 8 centimeter. അതായത് ഒരു വൃത്തസ്തൂപികയുടെ പാദപരപ്പളവ് πr² πr² 64 പൈ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് r² സമം 64 പൈ ബൈ പൈ എന്ന് പറഞ്ഞാൽ r² സമം 64. r² 64 ആണെങ്കിൽ r സമം √64 8. ഇനി നമുക്ക് അവരിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഉയരം തന്നിട്ടുണ്ട് അല്ലേ? എത്ര തന്നിട്ടുണ്ട്? എച്ച് സമം 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താണ്? ചരിവുയരമാണ് അല്ലേ? വി ഹാവ് ടു ഫൈൻഡ് ദി സ്ലാൻറ്റ് ഹൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഹൈറ്റും റേഡിയസും പറഞ്ഞാൽ സ്ലാൻറ്റ് ഹൈറ്റ് കാണാൻ L is equal to √h² പ്ലസ് r². L is equal to √h² പ്ലസ് r² is equal to സ്ക്വയർ റൂട്ട് ഓഫ് h എത്രയാണ്? 6 ആണ്. അപ്പോൾ h² പ്ലസ് r എത്രയാണ്? 8² സമം √r² 36 8² 64. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 100. അപ്പോൾ L സമം √100 എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. ചരിവുയരവും കിട്ടിക്കഴിഞ്ഞു അല്ലേ? ചരിവുയരം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അതായത് L സമം ചരിവുയരം L സമം √h² പ്ലസ് r² സമം √r² പ്ലസ് 8² സമം √r² 36 8² 64 സമം √100 സമം 10 ആണ് ചരിവുയരം. ഓക്കെ, ഇനി ഇവിടെ കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താണ്? വോളിയമാണ്, വ്യാപ്തമാണ് അല്ലേ? വോളിയം 1/3 πr²h ആണ്. ഇപ്പോൾ വോളിയമാണ് കാണാൻ പറഞ്ഞത്, വ്യാപ്തമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ വ്യാപ്തം സമന്താണ് 1/3 πr²h ആണ് വ്യാപ്തം എന്ന് പറയുന്നത്. സമം 1/3 പൈ ഇൻറ്റു ആരം എത്രയാണ്? ആരം
ആരെ നമുക്ക് കിട്ടിയിരുന്ന എത്രയായിരുന്നു? പിന്നെ പാത ചുറ്റളവല്ലേ 8 അല്ലേ? അപ്പോൾ π × 8 × 8 × h എത്ര? h 6 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്യാം. 2 3 6 പെട്ടിട്ട് 64 64 2 128 π സെൻറ്റിമീറ്റർ ക്യൂബാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു അധ്യായമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.